ഉസ്താദെ, നമ്മളെ സമുദായത്തിൽ ഈ വിവാഹത്തിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾക്കോ അതല്ലെങ്കിൽ മഹലിനോ അതല്ല ഉസ്താദുമാർക്കോ ഒരു പണ്ഡിതന്മാർക്കും നിയന്ത്രിക്കാൻ പറ്റൂല. എല്ലാ മതങ്ങളും ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ആചാരപ്രകാരം ആ ഒരു വിവാഹം എന്നുള്ളത് നടക്കുമ്പോൾ നമ്മളിൽ മാത്രമാണ് കോപ്രായങ്ങൾ. പെണ്ണ് കാണൽ മുതൽ മുട്ടായി കൊടുക്കൽ മുതൽ ഈ കല്യാണം വരെ അത് മൊയിലേറിറ്റികളടക്കം തൊപ്പിട്ടിട്ടും എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. മുണ്ടാതെ പാതിരിക്കാതില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിയൻ ഫലാ തകുൻ ലഹു ഖമിസ. ഒന്നിരിക്കും ഒരു ആലിമാവണം. അത് ഏതായാലും അല്ലാന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലായി. ഒരു ആലിമിന് പറ്റിയ പണിയല്ലല്ലോ അത്. ഔ മുതഅല്ലിമൻ അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവണം, അതുമല്ല, ഒരു മുതഅല്ലിമിന് പറ്റിയ പണിയല്ലത്. തലീകെട്ട് നിങ്ങൾ നോക്കണ്ട. അത് ചിലപ്പോൾ വെറുതെ ഒരു പ്രഹസനത്തിന് കെട്ടിയതായിരിക്കും. തലയിലും കെട്ടിയിട്ട് മൊയിലേമാരെ പറയിപ്പിക്കാൻ എന്തിനാ ഉസ്താദ് ഈ പണിക്ക് നിൽക്കണങ്ങള്? വേറെ എന്തെങ്കിലും പണിക്ക് നോക്കിക്കൂടെ നിങ്ങള്? പച്ച ഹറാമ്. ഉസ്താദെ, നിങ്ങൾ ഉസ്താദാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ വേഷത്തിനൊരു ബഹുമതി ഉണ്ട്, ഒരു ബഹുമാനമുണ്ട്. അത് കളങ്കപ്പെടുത്തരുത് കേട്ടോ. ഒരുപാട് ഉസ്താദുമാരെ, ഒരുപാട് ആലിമീങ്ങളെ വേദനിപ്പിക്കുന്ന, അവരെ ചീത്ത പറയിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കണം. വിഷമത്തോടു കൂടെ പറയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കൽ, ഈ തലയിലൊക്കെ കെട്ടിയിട്ട് നമുക്ക് ജീവിക്കൽ, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പണി ഒഴിവാക്കുക, ഈ തലീകെട്ട് അയച്ചേക്കുക. ഇത് കെട്ടിയിട്ട് ഇപ്പണി എടുക്കല്ലേ.